ഹലോ ഗായ്സ് വെൽക്കം ടു ഇസാജന. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ആഫ്റ്റർ കെയർ ബാം മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ആഫ്റ്റർ കെയർ ബാമിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓർഗാനിക് ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ആഫ്റ്റർ കെയർ ബാം. നമ്മുടെ കോൺസിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അത് വെക്കുന്ന ഫീഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തെല്ലാം പാത്രം കഴുകുകയാണെങ്കിലും അത് വേറെ എന്തെങ്കിലും ഇതിൽ വെള്ളം യൂസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആഫ്റ്റർ കെയർ ബാം നമ്മൾ കയ്യിൽ മൊത്തം നല്ലോണം പുരട്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെയിനിനെ ഇത് നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് ഇത് ആക്ച്വലി ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്റ്റായിട്ടിരിക്കുകയും അതുപോലെ തന്നെ നല്ല റിച്ച് സ്റ്റെയിൻ തരാനും നമ്മുടെ ഈ ബാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ പേജിൽ സെയിൽ ചെയ്യുന്നുണ്ട്, വേണ്ടവർ DM ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാം കണ്ടെയ്നേഴ്സ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ഈ ബാമിൻ്റെ മിക്സ്ചർ റെഡിയാക്കി കഴിയുമ്പോൾ അത് വെക്കുന്ന സെറ്റാവും. അപ്പോൾ അതിന് മുന്നേ നമുക്കത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് റോസ് പെറ്റൽസും കൂടി ഷ്രെഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഷിയ ബട്ടറും ബേസ് വാക്സും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡിലൂടെയാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പിഗ്മെൻറ്റഡ് ഓയിലുണ്ട്, അതും നമ്മൾ ഈ ഷിയ ബട്ടറിലേക്കും ബേസ് വാക്സിലേക്കും ഒഴിച്ചിട്ട് നമ്മളിത് മൂന്നും കൂടിയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് മൂന്നും നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. അതുപോലെ കണ്ടെയ്നേഴ്സും നമ്മൾ ഈ ബാം മേക്കിംഗ് കിറ്റിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാം മേക്കിംഗ് കിറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും കുറച്ച് അത് മെൽട്ടായി വരുന്നുണ്ട്. കുറച്ച് മെൽട്ടായി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കുറച്ചും കൂടി സിമ്പിളായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാമും വാക്സും ബട്ടർ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെക്കുന്ന സെറ്റാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ബോട്ടിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റോസ് പെറ്റൽസ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ റോസ് പെറ്റൽസും കൂടിയും ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മെൽട്ടായി വരുമ്പോൾ അത് നേരെ തന്നെ കണ്ടെയ്നറിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതിന് ശേഷം ഈ റോസ് പെറ്റൽസ് ഇട്ടിട്ട് നമ്മുടെ മിക്സ്ചർ കണ്ടെയ്നേഴ്സിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഒഴിക്കാൻ എളുപ്പത്തിന് മെഷറിംഗ് കപ്പിലേക്ക് മിക്സ്ചർ ഒഴിച്ചിട്ടാണ് കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ കണ്ടെയ്നേഴ്സിലേക്കും പേസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും. അധികം നേരം ഒന്നും ആവശ്യമില്ല. കൂടിപ്പോയാൽ ഒരു 8 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് സെറ്റായി കിട്ടും. ആൻഡ് ഇതിന് ശേഷം നമ്മൾ ബാം കണ്ടെയ്നേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2 ടൈപ്പ് ബാം കണ്ടെയ്നേഴ്സ് ആണ്. ഒരെണ്ണം ഇതുപോലെ ബ്ലാക്ക് മെറ്റാലിക് ക്യാപ്പ് വരുന്നതും വേറൊരെണ്ണം നമ്മൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോട്ടിൽസും പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടവരും നമ്മുടെ അടുത്ത് പറയാവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാം സ്റ്റോർ ചെയ്യണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ അപ് ടു 2 years വരെ ഇരിക്കും. അപ്പോൾ നിങ്ങളൊരു ബാം ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.